ഹലോ ഓൾ ഡോക്ടർ ആഷിഖാണ് ഡോപ്പയെന്നാണ്. നമ്മുടെ ഈ വർഷത്തെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അലോട്ട്മെന്റ് നടപടികൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ എന്താ പറയാ വെബ്സൈറ്റുകളിലൊക്കെ ആയിട്ട് എംസിസിയുടെ വെബ്സൈറ്റിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിനു മുന്നേ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ അലോട്ട്മെന്റിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഇറ്റ് ഈസ് എന്താ പറയാ നമ്മൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് തിടുക്കപ്പെട്ട് ചെയ്യേണ്ട കാര്യമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇറ്റ്സ് നോട്ട് എന്താ പറയാ തിടുക്കം നമുക്ക് ഒന്നിനും ഉപകാരപ്പെടാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോ ഇന്നത്തെ ഒരു സ്റ്റാറ്റസ് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ ലൈവായിട്ട് എന്റെ മുന്നിലുള്ള വെബ്സൈറ്റ് ആണ് കാണുന്നത്. എംസിസിയുടെ വെബ്സൈറ്റ് ആണ്. ഞാൻ ദാ ഇപ്പോ ബ്രൗസറിൽ നിന്ന് നേരിട്ട് ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാ. അവിടെ ന്യൂ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ എന്ത് കാണാൻ വേണ്ടി പറ്റും? പുതിയ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ രജിസ്ട്രേഷൻ ലിങ്ക് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ രജിസ്ട്രേഷന്റെ പേജിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് എനിക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ ഒരു ഐ എഗ്രി എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് യുജിയുടെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, കാര്യങ്ങൾ, സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും റെഡിയാണ്. അപ്പോൾ എന്റെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ഇത്രയാണ്. നമ്മൾ ഇപ്പൊ തന്നെ രജിസ്ട്രേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് കൊടുക്കാനായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. ഇപ്പോ അതായത് ഇന്നത്തെ ദിവസം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളിപ്പോ ഓൾ ഇന്ത്യയിലെ രജിസ്ട്രേഷന്റെ ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ ഷെഡ്യൂൾ പറയുന്നുണ്ടാവുക. ഈ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് കാണാൻ വേണ്ടി പറ്റും രജിസ്ട്രേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തുന്നതൊക്കെ 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെ സമയമുണ്ട്. യു ക്യാൻ സീ ചോയ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ സമയമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം തീയതിയാണ്. 20-ാം തീയതി വൈകുന്നേരം 11:55 വരെ. ആക്ച്വലി പറഞ്ഞാൽ 20-ാം തീയതി രാത്രി വരെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? അലോട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളോട് ഈ പറയുന്ന ഈ രാത്രി വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള കാര്യമല്ല പറയാ. നമ്മൾ മിനിമം നമ്മൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ കേരള റാങ്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കേരള റാങ്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. മേ ബി ഞാൻ ഇതിപ്പോ ചെയ്യുന്നത് 14-ാം തീയതി വൈകുന്നേരം 6 മണി ഈ സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ഇപ്പൊ തന്നെ തൊട്ടടുത്ത് തന്നെ കേരള റാങ്ക് വരാം. ചിലപ്പോൾ 1-2 ദിവസം കൂടി അല്ലെങ്കിൽ 3-4 ദിവസം കൂടി വൈകിയേക്കാം. പക്ഷെ എന്നിരുന്നാൽ കൂടി ഈ 20-ാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് നോക്ക് 20th ആണ്. ഓഗസ്റ്റ് 20th. ഓഗസ്റ്റ് 20-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫൈനൽ വരേണ്ടത്. ഇതിന്റെ മുന്നേ കേരള റാങ്ക് വരും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ മലയാളി സ്റ്റുഡന്റ് എന്നുള്ള രൂപത്തിൽ നമ്മളുടെ സാധ്യതകൾ കിടക്കുന്നത് കേരള റാങ്ക് അടിസ്ഥാനത്തിലാണ്. കേരള റാങ്ക് വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പൊ നിങ്ങളുടെ റാങ്ക് 200-ന്റെ ഉള്ളിലാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ 1 to കേരള റാങ്ക് 1 to 200 ആണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോസിബിൾ ആണ്. എയിംസ് പോലെയുള്ള നല്ല ജിപ്മർ, എയിംസ് പോലെയുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോസിബിൾ ആണ്. വേഴ്സസ് കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും നിങ്ങൾക്ക് പോസിബിൾ ആണ്. എല്ലാ മെഡിക്കൽ കോളേജുകളും ഇപ്പൊ ട്രിവാൻഡ്രം, കാലിക്കറ്റ് പോലെയുള്ള ഏത് കോളേജും നിങ്ങൾക്ക് പോസിബിൾ ആണെന്നുള്ളതാണ്. രണ്ടാമത്തെ നിങ്ങളുടെ റാങ്ക് റേഞ്ച് വരുന്നത് ഒരു 200 ടു ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു 850 വരെയൊക്കെയുള്ള സ്ഥലത്ത്. ഇതാണ് നിങ്ങൾ കേരളത്തിലുള്ള ഗവൺമെന്റ് സീറ്റുകൾ പോലുള്ള കേരള മെഡിക്കൽ കോളേജുകൾ നിങ്ങൾക്ക് പോസിബിൾ ആണ്. കേരള മെഡിക്കൽ കോളേജുകൾ നിങ്ങൾക്ക് എന്താണ് പോസിബിൾ ആണ്. അപ്പൊ ഇതനുസരിച്ചിട്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് സ്ട്രാറ്റജി ഡിഫറെന്റ് ആണ് എന്നാണ് പറയാനുള്ളത്. ഇനി നിങ്ങളുടേത് ഒരു 850 മുതൽ ഒരു 1200 വരെ അല്ലെങ്കിൽ 1200 എന്നുള്ളത് ഒരു 1300 വരെയൊക്കെയുള്ള കുട്ടികൾ നിങ്ങൾ കറക്റ്റ് കേരളത്തിന്റെ ബോർഡർ ലൈൻ ആണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കേരള കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓർ യു ഹാവ് ടു മൂവ് ടു അതർ സ്റ്റേറ്റ്. അതർ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ആവശ്യം നിങ്ങൾക്ക് വരുമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വരുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് വരിക. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു 1200 അല്ലെങ്കിൽ 1300 ടു 1800 വരെയുള്ള കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അതർ സ്റ്റേറ്റ് മാത്രമാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഓൾ ഇന്ത്യ ഓപ്ഷൻ വെക്കാൻ നേരത്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ 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 സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളോട് പറയാണ്. നിങ്ങൾ ഓപ്ഷൻ വെക്കാൻ വേണ്ടി നേരത്ത് നിങ്ങൾക്ക് ഡിഫറെന്റ് അലോട്ട്മെന്റ് സ്ട്രാറ്റജീസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സീറ്റുകളെല്ലാം വളരെ കൃത്യമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കേരള റാങ്ക് വരുമ്പോൾ നിങ്ങൾക്ക് 100 ടു 200-ന്റെ ഉള്ളിലുണ്ടോ? നമുക്ക് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അതായത് എയിംസ്, ജിപ്മർ പോലെയുള്ള സാധനങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ടോ? ഇതിലേതെങ്കിലും ആണോ പോകേണ്ടത്? കേരളത്തിലാണെങ്കിലാണോ പോകേണ്ടത്? തീരുമാനിക്കേണ്ട ആൾക്കാർ നിങ്ങളാണ്. താഴെയുള്ള ആൾക്കാർക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 200 ടു 850 ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഒരു ടോപ്പ് 5 എയിംസുകളൊക്കെ കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ ടോപ്പ് 4 എയിംസുകൾ കിട്ടാനുള്ള സാധ്യതകളില്ല. ജിപ്മർ കിട്ടാനുള്ള സാധ്യതകളില്ല.
പ്രധാനമായിട്ടും നിങ്ങൾക്ക് കേരള മെഡിക്കൽ കോളേജുകൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ വീഡിയോസ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 850 ടു 1200 ആണ്. ഇതിനകത്ത് 850 ടു 1200 എന്ന് പറഞ്ഞാൽ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അവർക്ക് സേഫ് ആയിട്ട് ഗെയിം കളിക്കാം. സേഫ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ തന്നെ നേരെ കിട്ടുന്ന സ്റ്റേറ്റുകൾ, അതർ സ്റ്റേറ്റ് സാധനങ്ങൾ വെച്ചിട്ട് നേരെ എടുക്കുക എന്നുള്ളതാണ്. ദിസ് ഈസ് സേഫ് 850 ടു 1200 നിൽക്കുന്ന ആൾക്കാർക്ക്. ഇനി അല്ല, നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കേരളം സീറ്റ് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ അലോട്ട്മെന്റ് സ്ട്രാറ്റജി സെപ്പറേറ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ഓരോ റൗണ്ടിലും കേരളം മാത്രം വെച്ച് നോക്കി, ഓരോ റൗണ്ട് കഴിയുമ്പോൾ എവിടം വരെ പോയി നോക്കി എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് തേർഡ് റൗണ്ട് വരെ വെയിറ്റ് ചെയ്യാനുള്ള എന്തുണ്ട് ഓപ്ഷൻ നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതാണ് ഈ 850 ടു 1200 ഉള്ള കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം. ആൻഡ് ഫൈനലി ഞാൻ പറയാണ്, നിങ്ങളുടെ റാങ്ക് ഒരു 1800 വരെയുള്ള ആളുകൾ, 1300 ടു 1800 വരെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ പറയാണ്, നിങ്ങൾക്ക് കേരളത്തിൽ സാധ്യത ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഏറെക്കുറെ തീരുമാനിച്ചിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് മുതൽ തന്നെ നമുക്ക് എവിടെ നോക്കാൻ വേണ്ടി പറ്റും? യു ക്യാൻ ട്രൈ ഫോർ വൺ സൗത്ത് ഇന്ത്യ കോളേജസ്. സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് തമിഴ്നാടാണ്. പിന്നെയുള്ളത് നിങ്ങൾക്ക് ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ഇതെന്തിനാണ് ഞാൻ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ആദ്യം പറഞ്ഞിട്ട് അവസാനം കർണാടക പറയുന്നതെന്ന് വെച്ചാൽ, കർണാടകയിൽ നമ്മൾ അറിയുന്ന ഫീസ് 60,000 മുതൽ 80,000 വരെയാണ് ഒരു വർഷത്തെ ഫീസ് വരുന്നത്. കർണാടക ഗവൺമെന്റിൽ 60,000 മുതൽ 80,000 വരെയാണ് ഫീസ് വരുന്നത്. പക്ഷേ ബാക്കി ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു 15, 20 എന്നുള്ള റേഞ്ചിൽ 15,000 ടു 20,000 ആണ് ആനുവൽ ഫീസ് വരുന്നത്. അപ്പോൾ ഒരു 4 ഇരട്ടി, 3 ടു 4 ഇരട്ടി കർണാടകയിൽ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് പോകേണ്ടത്. ഇനി ചിലപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ കട്ട് ഓഫ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു റാങ്ക് ഉണ്ട്. ഓൾ ഇന്ത്യ കട്ട് ഓഫ് ആയിട്ട് നമ്മൾ സാധാരണ കട്ട് ഓഫ് പറയാറുള്ളത് 23,500 ഓൾ ഇന്ത്യ റാങ്ക് ഉള്ള കുട്ടിക്ക് സീറ്റ് കിട്ടാറുണ്ടെന്ന് പറയാറുണ്ട്. ചിലപ്പം കേരള റാങ്ക് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ചിട്ട്. നമുക്ക് ഏകദേശം 2,400 കുട്ടികൾ അല്ലെങ്കിൽ 2,500 കുട്ടികൾ ഈ ഒരു റേഞ്ചിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അത് കേരള റാങ്ക് വന്നു കഴിയുമ്പോൾ കൃത്യമായിട്ട് പറയാം. ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരു പ്രഡിക്ഷൻ നടത്താനോ അതിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും ഹർട്ട് ചെയ്യാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ റാങ്കിന്റെ ഉള്ളിലേക്ക് വരുന്ന 1800 പ്ലസ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് വേറെ സ്ട്രാറ്റജി ആയിരിക്കും വേണ്ടി വരിക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളുടെ ഈ പറയുന്ന അലോട്ട്മെന്റിന്റെ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓൾ ഇന്ത്യ കോട്ടയിൽ MCCന്റെ വെബ്സൈറ്റ് വഴി ഞാൻ തുടക്കത്തിൽ കാണിച്ചു തന്ന പോലെ തന്നെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രൗസറൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരവിടെ കൃത്യമായിട്ട് നീറ്റ് UG റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, കാൻഡിഡേറ്റ് നെയിം, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത്, ബാക്കി പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ എന്താ പറയാ ഇമെയിൽ IDയും മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് കയറി ഫീസ് അടച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ നമ്മുടെ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. സോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ പോവാൻ വേണ്ടി പോവരുത് എന്നുള്ളതാ പറയാം. നിങ്ങൾക്ക് ഏതുവരെ സമയമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കണം എന്നുള്ള അഡ്വൈസ് തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ വെക്കുക. 20th ഓഗസ്റ്റ് വരെ സമയമുണ്ട്. ഈ 20th ഓഗസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണ് കേരള മെഡിക്കലിന്റെ റാങ്ക് ലിസ്റ്റ് ആണ്. കേരള റാങ്ക് ലിസ്റ്റ് വരണം. കേരള റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കേരള റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ പോസിബിലിറ്റീസ്, നിങ്ങളുടെ സാധ്യതകൾ നോക്കണം. എന്താണ് നിങ്ങളുടെ പോസിബിലിറ്റി ഉള്ളത്? അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏത് കാറ്റഗറിയിലാണ് വരിക? ഞാനിപ്പോൾ ഇവിടെ 4 കാറ്റഗറീസ് നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. 1 ടു 200 വരെയുള്ള കുട്ടികൾ, 200 ടു 850 ഉള്ള കുട്ടികൾ, 850 ടു 1200, 1300 വരെ കുട്ടികൾ, 1300 ടു 1800 വരെ കുട്ടികൾ. നാലാമത്തെ കാറ്റഗറി ആയിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും 1800 പ്ലസ് ഉള്ള ഒരു കാറ്റഗറി കുട്ടികൾ. അങ്ങനെ 5 കാറ്റഗറി ഉണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത് എന്നനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓൾ ഇന്ത്യയുടെ എന്ത് കൊടുക്കേണ്ടത്, ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. സോ ഹോപ്പ് ദിസ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. ഞാനിപ്പോ ഇങ്ങനെ പറയാം, നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, നമ്മളിങ്ങനെ വേവോളം കാത്താം പിന്നെ ആറുവോളം കാക്കാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു സാധനം നമ്മൾ തിളപ്പിച്ച് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് വേവുന്ന ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള റാങ്ക് വന്ന് ആ റാങ്ക് അടിസ്ഥാനത്തിൽ നമ്മുടെ പോസിബിലിറ്റി എന്താണ്, കേരളത്തിൽ ഏത് കോളേജ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാണ്, നിങ്ങൾക്ക് തൃശ്ശൂരോ കോട്ടയോ ആലപ്പുഴയോ കിട്ടുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഓൾ ഇന്ത്യയിൽ പോയിട്ട് തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് സാധനങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ബേസിക്കലി നിങ്ങളുടെ ഇഷ്ടം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലെ കോളേജുകൾ കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്, ഇവിടുത്തേക്കാൾ അക്കാഡമിക്സ് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടിയത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെക്കാം. പക്ഷേ നമ്മുടെ ഒരു സജഷൻ അനുസരിച്ചിട്ട് കേരളത്തിൽ ആലപ്പുഴയിലോ തൃശ്ശൂരോ കോട്ടയത്തോ ഒക്കെ പഠിക്കാൻ കിട്ടുന്ന
ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതർ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു ബോർഡർ ലൈൻ ആണ്. നിങ്ങൾക്ക് ഒരു ഇടുക്കിയോ കോന്നിയോ ഒക്കെ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരാളാണ്. നിങ്ങളുടെ റാങ്ക് അങ്ങനെയാണ്. ആ സമയത്ത് നിങ്ങൾ നോക്കുമ്പം അങ്ങനെയാണ് നിങ്ങളുടെ റാങ്ക് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലുള്ള കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കോളേജ് മേ ബി സേലം, മധുരയൊക്കെ പോലെയുള്ള അങ്ങനത്തെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നോക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ റാങ്ക് കേരളത്തിൽ കിട്ടാൻ സാധ്യതയേ ഇല്ലാത്ത റാങ്കാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ തമിഴ്നാട്ടിലെയും തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയൊക്കെ മികച്ച കോളേജുകളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മളുടെ സാധ്യതകൾ കൂട്ടാൻ വേണ്ടി കാരണമാവുന്നുണ്ടാവുക. ഇനി നമ്മളുടെ റാങ്ക് 1800ന്റെ അപ്പുറത്തേക്കാണെങ്കിൽ അത് എത്ര കുട്ടികളുണ്ടെന്ന് അനുസരിച്ചിട്ടാണ്. ഞാൻ അതിന്റെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് സീറ്റ് കിട്ടും ഡെഫിനിറ്റ്ലി. പക്ഷെ അതിന് അലോട്ട്മെന്റിൽ നമ്മൾ തുടക്കം മുതലേ കുറച്ച് വിജിലന്റ് ആയിട്ട് കുറച്ചും കൂടി വൈഡ് ആയിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഒരു മലയാളി കുട്ടി, ഒരു മലയാളി സ്റ്റുഡന്റ് എന്നുള്ള ഒരു നിലയിൽ നിങ്ങളുടേത് കേരള റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ വരുള്ളൂ. എക്സെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയ കുട്ടി, ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയ കുട്ടിക്ക് ധൈര്യമായിട്ട് എയിംസ് ഡൽഹി കൊടുക്കാം. കാരണം ആ കുട്ടിക്ക് എയിംസ് ഡൽഹി കിട്ടും. പക്ഷെ അതിന്റെ താഴേക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ എവിടെയാ പോവുക. ഇപ്പൊ 700 മാർക്കുള്ള കുട്ടിയാണ്. അപ്പൊ നമ്മുടെ റാങ്ക് എവിടെയായിരിക്കും, നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ടോപ്പേഴ്സിന് ഒക്കെയാണ്. അതിന്റെ താഴേക്ക് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ പറയുന്ന പോലത്തെ ഒരു സാധനമാക്കാം. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് വാണ്ട് ഇഫ് ഞാൻ സജഷൻ തരികയാണെങ്കിൽ നിങ്ങൾ ഒരു ഗസ് പ്രോബബിലിറ്റി വെക്കാം. നമുക്ക് ഓൾറെഡി അറിയാലോ, നമ്മളൊക്കെ ഇത് ഓൾറെഡി കുറെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഏകദേശം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിഡിക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റാങ്ക് ഏകദേശം ഇതായിരിക്കും എന്നുള്ള കാര്യം. ഇതനുസരിച്ചിട്ട് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം, പോസിബിൾ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. ഞാൻ ഇങ്ങനെയായിരിക്കും ഞാൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ വി ക്യാൻ മേക്ക് ദ പ്ലാൻ ഫോർ അലോട്ട്മെന്റിനുള്ള പ്ലാൻ നമ്മൾ ഉണ്ടാക്കി വെക്കാം. സോ ദാറ്റ് നമുക്ക് 20-ാം തീയതിയുടെ ഉള്ളിൽ പെട്ടെന്ന് അലോട്ട്മെന്റ് കൊടുക്കാവുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ, ഇപ്പോ ഐ വുഡ് സജസ്റ്റ് യു ഓൺലി ടു പ്ലാൻ ദ അലോട്ട്മെന്റ്. കൃത്യമായിട്ട് അലോട്ട്മെന്റ് പ്ലാൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, യു ക്യാൻ രജിസ്റ്റർ ഫോർ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്. അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എന്നുള്ള സാധനം കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. ഒരിക്കലും ഓപ്ഷൻ ഫില്ലിങ്ങിന്റെ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. ഓപ്ഷൻ ഫില്ലിങ്ങിന് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. എപ്പോൾ ഓപ്ഷൻ ഫില്ലിങ്ങിന് പോവുക, ഓപ്ഷൻ ഫില്ലിങ്ങിന് നിങ്ങൾ പോകേണ്ടത് ഉറപ്പായിട്ടും കേരള റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും. എന്താണ് ഈ ഒരു കാര്യത്തിൽ കുറേ ആളുകൾ തിടുക്കപ്പെട്ട് പേടിച്ച് ടെൻഷൻ അടിച്ചിട്ടൊക്കെ വിളിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കേരള റാങ്ക് വരട്ടെ, നല്ല അടിപൊളി റിസൾട്ട് വരട്ടെ, നമ്മുടെ റിസൾട്ട് എത്രയാണെന്ന് മനസ്സിലാവട്ടെ. നമ്മുടെ പോസിബിലിറ്റീസ് അനുസരിച്ച് കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇടവരുത്താൻ വേണ്ടി പറ്റും. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം, എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് എന്നാണ്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS കംപ്ലീറ്റ് ചെയ്തത്. ഞാനിപ്പോൾ ഡോപ്പയുടെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോപ്പയുടെ ഡയറക്ടറാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നാലാവും വിധം ഞാൻ സഹായിക്കാം. 9048292200 എന്നുള്ളതാണ് എന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും എന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്കുള്ള മറുപടികൾ ഞാനിങ്ങനെ സമയം കിട്ടുന്നതും അനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. ഇനി അതല്ല, നമ്മുടെ ഡോപ്പയുടെ ബാച്ചസിൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ എല്ലാ ബാച്ചിൻ്റെയും അഡ്മിഷൻസ് നമ്മൾ ഫീൽഡ് ആയിട്ട് ക്ലാസ്സുകൾ മുന്നോട്ട് തുടങ്ങി പോകുന്ന, നമുക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും റെസിഡൻഷ്യൽ ആയിട്ടും ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട്. ഈ ബാച്ചുകളിൽ കുറഞ്ഞ സീറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് ബാച്ച് തുടങ്ങി കുട്ടികൾ ഹോം സിക്ക് ഒക്കെ ആയിട്ട് വീട്ടിൽ പോയതിന്റെ പേരിലാണ്. അവിടേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മികച്ച കോച്ചിങ് സിസ്റ്റമാണ് നോക്കുന്നതെങ്കിൽ അതിനകത്ത് വന്നിരുന്നിട്ട് നല്ല പെർഫെക്റ്റ്ലി നല്ലൊരു സിസ്റ്റത്തിനകത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള ഒരു സാധനമുണ്ട്. അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ഡോപ്പയുടെ ഓഫീസ് നമ്പറായ 9645202200 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉതകുന്ന സീറ്റ് ഏതാണോ ആ സാധനം നിങ്ങൾക്ക് തിരഞ്ഞുതരാൻ പറ്റും. വീഡിയോ കണ്ടതിന് നന്ദി. ആൻഡ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. അങ്ങോട്ടേക്ക് എന്ത് ചെയ്താൽ ഷെയർ ചെയ്ത് വെച്ചോളാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾ, ഇപ്പോൾ അലോട്ട്മെന്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിന്റെ നൂലാമാലകൾ എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അടുത്ത വീഡിയോകൾ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ഈ വീഡിയോസ് എല്ലാവരും കണ്ടതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഒരു ലൈവ് സെഷൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സംസാരിക്കാവുന്ന തരത്തിലുള്ള ലൈവ് സെഷനിലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. സോ നല്ലൊരു ഭാവിക്കായിട്ട് നിങ്ങൾ ഓരോരുത്തരോടും പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും നല്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്വപ്നം നേടിയെടുക്കാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സോ മച്ച് എവ്രിബഡി. സോ ബൈ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.